മാനം പൂത്തുലഞ്ഞേ. വമ്പൻ പ്രതികരണം. ബുക്ക് മൈ ഷോയിൽ മണിക്കൂറിൽ 12K ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞ് അതിരടി. ആഗോള ഓപ്പണിംഗ് ഡേയിൽ 10 കോടി നേടുന്ന ചിത്രമായും അതിരടി മാറുകയാണ്. മിഴികൾ നനയല്ലേ. ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന മൾട്ടി സ്റ്റാർ ചിത്രം അതിരടിക്ക് ഗംഭീര പ്രേക്ഷക പ്രതികരണം. മെയ് 13 വൈകുന്നേരം 6:30 മുതൽ ആണ് ചിത്രത്തിന്റെ പ്രീമിയർ പ്രദർശനങ്ങൾ കേരളത്തിലെ 100ഓളം സ്ക്രീനുകളിൽ നടന്നത്. ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ ത്രസിപ്പിക്കുന്ന പ്രേക്ഷക പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. ആദ്യാവസാനം പ്രേക്ഷകരെ ചിരിയും ആക്ഷനും കൊണ്ട് ആവേശം കൊള്ളിക്കുന്ന ഒരു പക്ക മാസ് കോമഡി ക്യാമ്പസ് ഫെസ്റ്റിവൽ ചിത്രമെന്നാണ് പ്രേക്ഷകർ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത്. ഒരു നിമിഷം പോലും ബോറടിക്കാതെ ആസ്വദിക്കാവുന്ന ബ്ലോക്ക് ബസ്റ്റർ എന്റർടൈനറാണ് ചിത്രമെന്നും പ്രേക്ഷക പ്രതികരണം സൂചിപ്പിക്കുന്നു. ആഗോള റിലീസായി റെഗുലർ പ്രദർശനം ആരംഭിച്ച ഇന്ന് രാവിലെ മുതൽ ചിത്രം കേരളത്തിലെ തിയേറ്ററുകളെ ആഘോഷത്തിന്റെ പൂരപ്പറമ്പുകളാക്കി മാറ്റിയാണ് മുന്നേറുന്നത്. നിരൂപകരും മികച്ച അഭിപ്രായമാണ് ചിത്രത്തിന് നൽകുന്നത്. ബുക്ക് മൈ ഷോയിൽ മണിക്കൂറിൽ 12K ടിക്കറ്റുകൾക്ക് മുകളിൽ വരെ വിറ്റുപോകുന്ന തരത്തിൽ ട്രെൻഡ് ചെയ്ത ചിത്രം. ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ എന്നിവരുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ആഗോള ഓപ്പണിംഗ് നേടുമെന്നും ഇതിനോടകം ഉറപ്പായി കഴിഞ്ഞു. കേരളത്തിന് പുറത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും വിദേശത്തും ഗംഭീര ബോക്സ് ഓഫീസ് തുടക്കമാണ് ചിത്രം നേടുന്നത്. 10 കോടിക്ക് മുകളിൽ ആഗോള ഓപ്പണിംഗ് ഡേ കളക്ഷൻ നേടുന്ന മലയാള ചിത്രങ്ങളുടെ പട്ടികയിലും അതിരടി ഇടം നേടുമെന്ന് ഉറപ്പായിട്ടുണ്ട്. മുടങ്ങിക്കിടന്ന ഒരു കോളേജ് ഫെസ്റ്റിവൽ വീണ്ടും നടത്താൻ ശ്രമിക്കുന്ന സാം കുട്ടി എന്ന ബേസിൽ ജോസഫ് കഥാപാത്രത്തിന് എതിരെ ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ശ്രീകുട്ടൻ എന്ന ഗായകനും പഴയ ഗുണ്ടയും ആയ കഥാപാത്രം വരുന്നതാണ് ചിത്രത്തിൽ ആക്ഷൻ, ചിരി എന്നിവയ്ക്ക് തിരികൊളുത്തുന്നത്. ഇവർക്കൊപ്പം ചിത്രത്തിലേക്ക് വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ ഉൾപ്പെടെയുള്ളവർ എത്തുമ്പോൾ ചിത്രം ഒരു കംപ്ലീറ്റ് ഫൺ പാക്കേജായി മാറുകയാണ്. ബുക്ക് മൈ ഷോയിൽ ട്രെൻഡ് ചെയ്യുന്ന ചിത്രത്തിന്റെ ഷോകളെല്ലാം മിനിറ്റുകൾക്കുള്ളിൽ ഹൗസ്ഫുള്ളായി മാറുന്ന കാഴ്ചയും കാണാൻ സാധിക്കും. ഒരു മാസ് കോമഡി ക്യാമ്പസ് ആക്ഷൻ എന്റർടൈനർ ആയൊരുക്കിയ ചിത്രം നിർമ്മിച്ചത് ഡോക്ടർ അനന്തു എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഡോക്ടർ അനന്തു എക്സും ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ബേസിൽ ജോസഫും ചേർന്നാണ്. നവാഗതനായ അരുൺ അനിരുദ്ധൻ ആണ് ചിത്രം സംവിധാനം ചെയ്തത്. സംവിധായകനും ഛായാഗ്രാഹകനുമായ സമീർ താഹിറും ടൊവിനോ തോമസുമാണ് ചിത്രത്തിന്റെ കോ-പ്രൊഡ്യൂസർമാർ. ചിത്രത്തിൽ നിന്ന് പുറത്തു വന്ന ഗാനങ്ങൾ എല്ലാം തന്നെ മികച്ച സൂപ്പർ ഹിറ്റുകളാണ്. അവ തിയേറ്ററിലും വലിയ സ്വീകരണം നേടുന്നുണ്ട്. യുവ പ്രേക്ഷകർക്കും കുടുംബ പ്രേക്ഷകർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന തരത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ബേസിൽ, ടൊവിനോ, വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ എന്നിവർക്കൊപ്പം വിഷ്ണു അഗസ്ത്യ, ദർശന രാജേന്ദ്രൻ, ജിയോ ബേബി, വിനീത് തട്ടിൽ തുടങ്ങിയവരും ഒട്ടേറെ പുതുമുഖങ്ങളും മികച്ച പ്രകടനം കൊണ്ട് ശ്രദ്ധ നേടുന്നുണ്ട്. റിയ ഷിബു, സരിൻ ഷിഹാബ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. പ്രേക്ഷകരുടെ ഇഷ്ടതാരമായ ബേസിൽ ജോസഫിന്റെ ആദ്യ നിർമ്മാണ സംരംഭം കൂടിയായ ഈ ചിത്രം മിന്നൽ മുരളിക്ക് ശേഷം ബേസിൽ ജോസഫും ടൊവിനോ തോമസും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം എന്ന നിലയിലും ചിത്രം പ്രേക്ഷക ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. ബേസിൽ ജോസഫ് ഒരുക്കിയ മിന്നൽ മുരളിയുടെ രചയിതാക്കളിൽ ഒരാളായ അരുൺ അനിരുദ്ധന്റെ സംവിധായകനായുള്ള അരങ്ങേറ്റ ചിത്രമാണ് അതിരടി. മിന്നൽ മുരളിക്ക് ശേഷം ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, സമീർ താഹിർ, അരുൺ അനിരുദ്ധൻ എന്നിവർ വീണ്ടും ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. പോൾസൺ സ്കറിയ,
അരുൺ അനിരുദ്ധൻ എന്നിവർ ചേർന്നാണ് ചിത്രം രചിച്ചത്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്കു, കന്നഡ ഭാഷകളിലും ചിത്രം പ്രദർശിപ്പിക്കും. ചിത്രം ഗൾഫിൽ വിതരണം ചെയ്തത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ്. ഛായാഗ്രഹണം സാമുവൽ ഹെൻറി, സംഗീതം വിഷ്ണു വിജയ്, എഡിറ്റർ ചമൻ ചാക്കോ, പ്രൊഡക്ഷൻ ഡിസൈനർ മാനവ് സുരേഷ്, കോസ്റ്റ്യൂം മഷർ ഹംസ, മേക്കപ്പ് റോണക് സേവ്യർ, സൗണ്ട് ഡിസൈനർ നിക്സൺ ജോർജ്, വരികൾ സുഹൈൽ കോയ, പ്രൊഡക്ഷൻ കൺട്രോളർ ആന്റണി തോമസ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ നിഖിൽ രാമനാഥ്, അമൽ സേവ്യർ മനക്കത്തറയിൽ, ഫിനാൻസ് കൺട്രോളർ ഐഡൻ ചാർട്സ്, VFX മൈൻഡ് സ്റ്റെയിൻ സ്റ്റുഡിയോസ്, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുഗു ദാമോദർ, സോഹിൽ സ്റ്റിൽസ് രോഹിത് കെ സുരേഷ്, ടൈറ്റിൽ ഡിസൈനർ സർക്കാസനം, പബ്ലിസിറ്റി ഡിസൈനർ റോസ്റ്റഡ് പേപ്പർ, PRO വൈശാഖ് C വടക്കേ വീട്, ജിനു അനിൽകുമാർ. അമ്പല മൈതാനത്ത് വെച്ച് ഒരു അത്യുഗ്രൻ ഗാനമേള.